നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി ലോസസ് ഉണ്ടാക്കിയ ഒരാളില്ലെന്നുണ്ടെങ്കിൽ ഒക്കെ ഒത്തിരി കയ്യിൽ നിന്ന് കാശ് പോയി ആൻഡ് എൻ്റെ ഒരു 9 to 5 ജോബ് ഉണ്ട്. സോ അതിനകത്ത് നിന്ന് കിട്ടുന്ന സേവിങ്സിൽ നിന്ന് വേണം ഞാൻ എൻ്റെ സെക്കൻഡറി ഇൻകം അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. So I'm sure that now also you must be going through certain losses here and there, let's say, maybe not large losses. So how do you tackle those losses now? Yeah, see, right now, in stock trading എന്ന് പറയുമ്പോൾ നമുക്ക് ലോസസ് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഡെഫിനറ്റ്ലി ഇഫ് യു ആർ ടേക്കിംഗ് ലൈക്ക് 10 ട്രേഡ്സ്, ഒരു ട്രേഡ് ഒബ്വിയസ്ലി ഡെഫിനറ്റ്ലി നമ്മൾ ഓപ്പോസിറ്റ് പോകും. മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ 100% ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 70 to 80% ഓഫ് ദ ആക്യുറേറ്റ് സ്ട്രാറ്റജി നമ്മുടെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ 1 or 2 ട്രേഡ്സ് ഇഫ് ഇറ്റ് ഗോയിങ് ഓപ്പോസിറ്റ് വി നോ എവിടെ നിന്ന് കട്ട് ചെയ്യണം എന്നുള്ള പ്രോപ്പർ സ്റ്റോപ്പ് ലോസും ആൻഡ് സ്ട്രാറ്റജീസ് നമ്മുടെ ഉണ്ട്. ആ സ്ട്രാറ്റജി വെച്ചിട്ട് എവിടെ നമ്മൾ കട്ട് ചെയ്യണമെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി 7 ട്രേഡ്സ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. അതെ, ആ 7 ട്രേഡ്സ് will not be higher than the losses. അത് നമുക്ക് നിൽക്കുന്ന നമ്മുടെ ക്യാപിറ്റലിന്റെ നമ്മൾ വെക്കുന്ന റിസ്ക്, ദർ വിൽ ബി എ റിസ്ക്. നമ്മളിപ്പം എൻ്റെ ഒരു 100 rupees ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 80 rupees ട്രേഡ് എടുക്കില്ല. നമ്മളൊരു 30 to 50%, 30 to 40%, 50% മാക്സിമം വിൽ ഡിപ്ലോയ് ഇൻ ടു എ ട്രേഡ്. അത് കഴിഞ്ഞാൽ ബാക്കപ്പ് ഫണ്ട്സ് നമ്മളെ എപ്പോഴും ഉണ്ടാവണം. ആ ട്രേഡ് റോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ പ്രോഫിറ്റിനായിരുന്നു. ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് പോകുന്നതിനേക്കാളും ബെസ്റ്റ് എപ്പോഴും നമ്മൾ ഇനിഷ്യലി എടുക്കുന്ന ട്രേഡ്സ് എല്ലാം ലോ റിസ്കിൽ എടുത്തിട്ട് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. പിന്നെ റിസ്ക് വെക്കേണ്ടത് നമ്മൾ പ്രോഫിറ്റ് ആണ്. നമ്മൾ ഗ്രാജുവലി ഇപ്പോൾ ഒരു മാസം ട്രേഡ് ചെയ്ത് എൻ്റെ ഒരു ക്യാപിറ്റൽ 1 lakh ആണ്. ഞാനൊരു 3% ഉണ്ടാക്കി. സോ ഞാനൊരു 30,000 rupees മന്ത്ലി പ്രോഫിറ്റ് ഉണ്ടാക്കി. നെക്സ്റ്റ് മന്ത് ഞാൻ എടുക്കാൻ പോകുന്ന എൻ്റെ ലോട്ട് സൈസ് ഇൻക്രീസ് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹയർ ലോട്ട്സിലോട്ട് ഞാൻ ട്രേഡ് പോകുകയാണെങ്കിൽ എൻ്റെ 30,000 ആയിരിക്കണം എൻ്റെ റിസ്ക്. അത് ഒരിക്കലും എൻ്റെ ക്യാപിറ്റലിൽ നിന്ന് പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ട്രേഡിംഗ് വിൽ ബി ദ ബെസ്റ്റ് തിങ് യു ക്യാൻ. ആൻഡ് ഡിസിപ്ലിൻ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത്. ആൻഡ് യു നീഡ് ടു ബി ഹാവിങ് എ ബെസ്റ്റ് മെന്റർ വിത്ത് യു. ഈ 2 കാര്യം നിങ്ങളിൽ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ബി എ സക്സസ്ഫുൾ ട്രേഡർ. So let's delve into the most important question. Okay. Why did you create the next trade? Okay, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. നെക്സ്റ്റ് ട്രേഡ് ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ NSE ഞാൻ പഠിച്ചു ആൻഡ് ഞാനത് ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു, എക്സ്പീരിയൻസ് ചെയ്തു. ഓക്കെ, വെൻ ഐ എം സീയിങ് ഗുഡ് റിസൾട്ട്സ് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ടെലഗ്രാം ഗ്രൂപ്പ്സിനകത്തും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ഓക്കെ, ദെൻ കുറച്ച് ഗ്രൂപ്പ്സിനകത്തൊക്കെ നമുക്ക് നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ അലോ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമ്മളെ കേരളത്തിനകത്തുള്ള ഇപ്പം നിൽക്കുന്ന ഒരു പ്രമുഖ ഒരു യൂട്യൂബർ ഓർ മെന്റർ പുള്ളിക്കാരൻ്റെ ഒരു ഗ്രൂപ്പിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു ഗ്രൂപ്പായിരുന്നത്. സോ അതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. സോ അപ്പം അതിനകത്ത് നമുക്ക് വ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യാം. നമ്മുടെ ഓക്കെ മാർക്കറ്റ് ഇതുവരെ എത്തും അല്ലെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നെക്സ്റ്റ് ഗോയിങ് ടു റീച്ച് ദിസ് ഈസ് മൈ പ്രഡിക്ഷൻ എക്സാക്ട്ലി. സോ അത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആ ഗ്രൂപ്പിനകത്തോട്ട്. സോ ആ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ പഠിച്ച അഡ്വാൻസ് ലെവൽസ് ഓഫ് ടെക്നിക്സിന്റെ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ ഹാർമോണിക്സ്, ഇലിയോട്ട് വേവ്സ് ആൻഡ് ഫിബ ABCD, ഇതൊക്കെയാണ് മെയിൻലി ഇത് മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത്. സോ ഈ ടൂൾസ് വെച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് എൻ്റെ പ്രൊജക്ഷൻസ് ചാർട്ട്സ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നോർമലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അതിനകത്തൊക്കെ ഡെയിലി ആൾക്കാർ എടുക്കുന്ന ടാർഗറ്റ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ 20 points, 30 points, 50 points ഒക്കെയാണ് മാക്സിമം എടുക്കുന്നത് നോർമലി. ഇപ്പം ഈവൻ നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ ട്രേഡേഴ്സ് പോലും എടുക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് അത്രയാണ്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ സംഭവങ്ങൾ വെച്ചിട്ട് ഞാൻ ഡെയിലി 100 points, 200 points, 500 points ഒക്കെ ട്രേഡ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് സെയിം ഡേ തന്നെ റിസൾട്ടും വരുന്നുണ്ട്. ഈവനിങ് മോർണിംഗ് ഞാനൊരു സംഭവം ഓക്കെ ഞാൻ പറയുകയാണോ ബാങ്ക് നിഫ്റ്റി വിൽ റീച്ച് ലൈക്ക് 49,000 ഇൻ ദിസ് ഡേ, ഓർ ഇതിനും ഈ ഒരു റേഞ്ചിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് അതെന്ന് പറയുന്നത് 500 points ആയിരിക്കും. 500 points ഒരു ലോട്ടൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും 30 points, 40 pointsന്റെ ഒരു 100 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് മിനിമം ഡെയിലി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 15,000, 20,000 പുറത്ത് വരും. അങ്ങനെയുള്ള സമയത്ത് 100 points, 500 points എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 times or 10 times ഹയർ ആണ്. അങ്ങനെ ഈ സംഭവം ഞാൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആൾക്കാർ വിൽ ബി അതിനകത്തുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് ഈസ് മോർ ക്യൂരിയസ്. ഓക്കെ, വാട്ട് എക്സാക്ട്ലി ഈസ് ദിസ്, ബിക്കോസ് ദേ ആർ സീയിങ് ദിസ് ഹാർമോണിക്സ് ഓർ സംതിങ്. ഇങ്ങനെ ഒരു ടൂൾ ആദ്യമായിട്ടാണ് കാണുന്നത് മിക്ക ആൾക്കാരും. അപ്പോൾ എന്താണ് ഇതിനകത്ത് ആൾക്കാർ ഗ്രാജുവലി ചോദിക്കാൻ തുടങ്ങി, എന്താണിത്, ഇതെന്തുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നായി അതിനകത്ത് ചോദ്യം. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ മാർക്കറ്റ് ഇങ്ങനെയൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആദ്യം ഇനിഷ്യലി അങ്ങനത്തെ കുറച്ച് എന്താണ് ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ബട്ട് സ്റ്റിൽ
ഞാൻ മാസങ്ങളോളമായിട്ടും ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും 500 പോയിന്റ്സ് 1000 പോയിന്റ്സ് അല്ലെങ്കിൽ 200 പോയിന്റ്സ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിക്കകത്ത് ഞാൻ റാലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് മെമ്പേഴ്സ് അതൊരു ഹ്യൂജ് ഗ്രൂപ്പാണ്. അപ്പം അതിനകത്തുള്ള ആൾക്കാർ ചോദിക്കാൻ ഒബ്വിയസ്ലി ഒരു ക്വസ്റ്റ്യൻസ് ഒത്തിരി റൈസ് ആയി തുടങ്ങി. ഓക്കെ, എന്തുകൊണ്ട് അയാൾക്ക് പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, അയാൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ആൾക്കാർ എന്നെ റീച്ച് ചെയ്യാൻ തുടങ്ങി. ഓക്കെ ഫൈൻ, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഓക്കെ ദിസ് ഈസ് ഹൗ, ഞാനത് പഠിച്ചതാണ്. ഓക്കെ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഓക്കെ ഞാൻ പഠിപ്പിക്കാം, ഐ എം റെഡി. അതുവരെ എനിക്ക് പഠിപ്പിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ് എനിക്കില്ല. ഞാൻ പഠിച്ചത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾക്കാർ പറയുന്നു ഞങ്ങളിത് കണ്ടിട്ടില്ല ആദ്യമായിട്ട്, സോ സാറിന് പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് പഠിപ്പിച്ച എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഐ എം റെഡി ടു ഗിവ് യു ദ എന്താണ് ലേണിംഗ്സ് ഞാൻ തരാം. കാരണം ഞാൻ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തത് ലക്ഷങ്ങളാണ്. ആൻഡ് ഞാൻ അത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് അതിന്റെയും 10 ടൈംസ് ആണ് ഞാൻ സ്പെൻഡ് ചെയ്ത പൈസ. അപ്പോൾ ഒരിക്കലും ഒരു ചെറിയൊരു 5000 റുപ്പീസിനോ 10,000 റുപ്പീസിനോ എനിക്കത് ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല. കാര്യം ഇറ്റ് വിൽ ടേക്ക് ടൈം. ഞാൻ 5 വർഷം കൊണ്ട് പഠിച്ച സാധനം ഒരാളെ ഞാൻ 3 മാസം കൊണ്ട് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മൈ ഹാർഡ് എമൗണ്ട് ഓഫ് ടൈം, എഫേർട്ട് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് പറഞ്ഞ എമൗണ്ട് ഞങ്ങൾ ഫീസ് മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 45,000 to 50,000 റേഞ്ചാണ് ഞങ്ങൾ ഫീസ് മേടിക്കുന്നത്. ഓക്കെ, അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഓക്കെ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് പഠിക്കാനായിട്ട് ആൾക്കാർ ഒബ്വിയസ്ലി ഒരു മിനിറ്റ് ചിന്തിക്കും, ഉണ്ടാവും. അതിനേക്കാളും ചെറിയ ചീപ്പ് റേറ്റിനകത്ത് നമുക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്. ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ അതിന് ക്വാളിറ്റിയും അത്രത്തോളം ഉണ്ടാകത്തുള്ളൂ. ഒരിക്കലും ഒരു ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഒരാൾ പഠിപ്പിച്ച് വെറുതെ ഫ്രീ ആയിട്ടും പഠിപ്പിച്ച് തരത്തില്ല, ലോ കോസ്റ്റും പഠിപ്പിച്ച് തരത്തില്ല. കാര്യം നെക്സ്റ്റ് ഡേ നിങ്ങൾ കാശാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സാധനം കിട്ടിയിട്ട് നാളെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. കാര്യം എന്താണ്, അതിന് അത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുള്ളൂ. വെൻ യു ആർ എന്താണ് എഡ്യൂക്കേഷൻ കിട്ടുന്നത് ഹൈ ക്വാളിറ്റി പ്രൊഫൈൽ ആകുമ്പോഴത്തേക്ക് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആകുമ്പോൾ അതിനുള്ള റിസൾട്ടും ഉണ്ടാവും. സോ അപ്പം ആ ഗ്രൂപ്പിനകത്ത് വന്നപ്പോൾ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മെന്ററും ഇല്ലെന്നുണ്ടെങ്കിൽ ഫൗണ്ടറും കാര്യങ്ങളും 1-2 ആൾക്കാരുണ്ട്, മോഡറേറ്റേഴ്സും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഓക്കെ ദിസ് ഇസ് എ സ്കാം.